പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സത്സംഗവേദിയിൽ ചർച്ച ചെയ്യുന്ന വിഷയം ശിവതത്വം എന്നുള്ളതാണ്. പ്രപഞ്ചം രൂപപ്പെടുന്നതിന് മുൻപ് വെറും ശൂന്യത മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ആ ശൂന്യതയിൽ, അതായത് സ്പേസ്, ഊർജകണികകൾ, അതായത് പാർട്ടിക്കിൾസ് ഓഫ് എനർജി എന്ന ശാസ്ത്രം പറയും. ആ ശൂന്യതയിൽ ഈ ഊർജകണികകൾ പ്രത്യക്ഷപ്പെടുകയും അവ പ്രകാശവേഗത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തുവെന്നും ഒരു ഘട്ടത്തിൽ ഈ ഊർജപ്രവാഹം ഘനീഭവിച്ച് ഒരു വലിയ വിസ്ഫോടനം സംഭവിച്ചുവെന്നും അതിൽ നിന്നും ഉണ്ടായ പദാർത്ഥ ധൂളികൾ, അതായത് മാറ്റർ, വൃത്താകാരത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ക്രമേണ പ്രപഞ്ചഗോളങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നും അങ്ങനെയാണ് ഇന്ന് കാണുന്ന പ്രപഞ്ചം രൂപപ്പെട്ടതെന്നും ആധുനിക ശാസ്ത്രം പറയുന്നു. ആ സിദ്ധാന്തത്തിൻ്റെ പേരാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം, ദ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി ശാസ്ത്രം പറയുന്നത്. പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി സനാതനധർമ്മം പറയുന്നത് എന്താണെന്ന് നോക്കാം. ശിവം എന്ന സമ്പൂർണ്ണ ശൂന്യതയിൽ നിന്നും അഥവാ അനന്തതയിൽ നിന്നും പരാശക്തി എന്ന ഊർജപ്രവാഹം ഉണ്ടാവുകയും അത് ശിവം എന്ന ശൂന്യതയിൽ അഥവാ അനന്തതയിൽ ഓം എന്ന ശബ്ദത്തോടെ അലയടിച്ചുകൊണ്ടിരുന്നുവെന്നും ഒരു ഘട്ടത്തിൽ ശിവൻ്റെ, അതായത് മഹേശ്വരൻ്റെ ഇച്ഛയനുസരിച്ച് ഏകമായിരിക്കുന്ന ഞാൻ അഥവാ എന്നിൽ നിന്നും പുറപ്പെട്ട ഈ ഊർജം പരാശക്തി പലതായി ഭവിക്കട്ടെ, ഏകോഹം ബഹുസ്യാം എന്ന് സങ്കല്പിക്കുകയും അങ്ങനെ ആ ഊർജപ്രവാഹം, അതായത് പരാശക്തി അഥവാ പരമമായ ശക്തി ഘനീഭവിച്ച് ഒരു വിസ്ഫോടനം സംഭവിക്കുകയും പിണ്ഡരൂപത്തിലുള്ള പ്രപഞ്ചഗോളങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് സനാതനധർമ്മം പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഋഷീശ്വരന്മാർ തങ്ങളുടെ മനക്കണ്ണുകൾ കൊണ്ട് കണ്ടറിഞ്ഞ സത്യമാണിത്. അതായത് ശിവനിൽ നിന്നും പുറപ്പെട്ട ഊർജമാണ് ആദിപരാശക്തി. ഊർജരൂപത്തിലുള്ള ആദിപരാശക്തിയാണ് പിണ്ഡരൂപത്തിലുള്ള പ്രപഞ്ചമായി രൂപാന്തരപ്പെട്ടത്. ആധുനിക ശാസ്ത്രവും പറയുന്നു ഊർജമാണ് പിണ്ഡമായി മാറിയത് എന്ന്. അതായത് പിണ്ഡമെന്ന് പറഞ്ഞാൽ മാസ് അല്ലെങ്കിൽ മാറ്റർ, പദാർത്ഥം. ഈ ഊർജമാണ് പദാർത്ഥമായി മാറിയത് എന്ന് ശാസ്ത്രവും പറയുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷിക സിദ്ധാന്തത്തിൽ, അതായത് തിയറി ഓഫ് റിലേറ്റിവിറ്റി, പറയുന്നത് ഊർജത്തെ പിണ്ഡമായും തിരിച്ച് പിണ്ഡത്തെ ഊർജമായും മാറ്റാമെന്നാണ്. അത് തെളിയിക്കുന്ന സൂത്രവാക്യമാണ് E=mc² എന്ന സൂത്രവാക്യം. E എന്നാൽ എനർജി, M എന്നാൽ മാസ്, അതായത് മാറ്റർ, C എന്നാൽ അതൊരു കോൺസ്റ്റൻ്റാണ്, ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്, അതായത് പ്രകാശവേഗം, ശൂന്യതയിലെ പ്രകാശവേഗം, അതൊരിക്കലും മാറ്റമില്ലാത്ത ഒരു കോൺസ്റ്റൻ്റാണ്. അതാണ് C. അതാണ് E=mc² എന്ന സൂത്രവാക്യം. അത് ഈ സിദ്ധാന്തത്തെ കാണിക്കുന്നതാണ്. അതായത് ഊർജത്തെ പിണ്ഡമായും പിണ്ഡത്തെ ഊർജമായും മാറ്റാം എന്നുള്ളത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഊർജം തന്നെയാണ് പിണ്ഡം, പിണ്ഡം തന്നെയാണ് ഊർജം. അതായത് എനർജി തന്നെയാണ് മാറ്റർ, മാറ്റർ തന്നെയാണ് എനർജി. പരാശക്തി തന്നെയാണ് പ്രപഞ്ചം, അതായത് സൃഷ്ടിജാലങ്ങൾ. സൃഷ്ടി തന്നെയാണ് പരാശക്തി അഥവാ സൃഷ്ടാവ്. സൃഷ്ടാവും സൃഷ്ടിയും ഒന്ന് തന്നെ. അത് ആത്മീയത പറയുന്നു. പ്രകൃതിയും പുരുഷനും, പുരുഷൻ എന്ന് പറഞ്ഞാൽ പരംപുരുഷൻ, ഈശ്വരൻ എന്നാണ് അർത്ഥം. അപ്പോൾ പ്രകൃതിയും പുരുഷനും ഒന്ന് തന്നെ എന്ന് ആധ്യാത്മിക തത്വങ്ങൾ പറയുന്നു. രണ്ടും ഒന്ന് തന്നെ. അനന്തതയാകുന്ന അഥവാ ശൂന്യതയാകുന്ന ശിവനിൽ നിന്നും ഉണ്ടായതാണ് പരാശക്തി എന്ന ഊർജം. അഥവാ ശിവൻ്റെ ഊർജഭാവമാണ് പരാശക്തി. അതായത് ശിവനും പരാശക്തിയും ഒന്ന് തന്നെ. ശിവൻ തന്നെ ശക്തി, ശക്തി തന്നെ ശിവൻ. ഇത് തന്നെയാണ് ശിവശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർദ്ധനാരീശ്വരൻ എന്ന സങ്കല്പവും ഇത് തന്നെയാണ്.
ത്രിമൂർത്തി സങ്കല്പത്തിൽ സംഹാരകാരകനായാണ് ശിവനെ വിശേഷിപ്പിക്കുന്നത്. അതിനർത്ഥം എല്ലാറ്റിനെയും സംഹരിക്കുന്നവൻ അഥവാ ഇല്ലാതെയാക്കുന്നവൻ എന്നല്ല. ഈ പ്രാപഞ്ചിക ഊർജം ഒരു സ്ഥിരമാനകമാണ്, കോൺസ്റ്റൻ്റാണ്. പ്രപഞ്ചത്തിലുള്ള ഊർജം, എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാണ്, ഒരു സ്ഥിരമാനകമാണ്. അതിനെ ആർക്കും നശിപ്പിക്കാനുമാവില്ല, പുതുതായി സൃഷ്ടിക്കാനുമാവില്ല. ശാസ്ത്രവും ഇത് തന്നെയാണ് പറയുന്നത്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതുതന്നെയാണ് നമ്മുടെ ആധ്യാത്മിക തത്വവും പറയുന്നത്. അതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ സാധിക്കൂ. ഊർജത്തിൽ നിന്നാണ് പിണ്ഡം അഥവാ മാസ് അഥവാ പദാർത്ഥം, മാറ്റർ ഉണ്ടായത്. ആ പിണ്ഡത്തെ വീണ്ടും ഊർജമാക്കി മാറ്റുന്നു. അതായത് പിണ്ഡത്തിന് രൂപാന്തരീകരണം സംഭവിക്കുന്നു എന്നർത്ഥം. അഥവാ പിണ്ഡം ഊർജത്തിൽ ലയിക്കുന്നു. ആ ലയത്തിനാണ്, അതായത് നമുക്ക് കാണാവുന്ന വസ്തുവാണ് പിണ്ഡം എന്ന് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ പിണ്ഡം ഊർജത്തിൽ ലയിക്കുമ്പോൾ പിന്നെ നമുക്കതിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് ഇല്ലാതെയായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് മാത്രം. ആ ലയത്തിനാണ്, ഈ പിണ്ഡം ഊർജത്തിൽ ലയിക്കുന്ന ആ ലയത്തിനാണ് പ്രലയം അഥവാ പ്രളയം എന്ന് പറയുന്നത്, അഥവാ സംഹാരം എന്ന് പറയുന്നത്. അത് ഒരു നാശമല്ല, ഒരു രൂപാന്തരീകരണം മാത്രമാണ്. പ്രളയത്തിന് ശേഷം വീണ്ടും ഊർജഭാവത്തിൽ നിന്നും പിണ്ഡഭാവത്തിലുള്ള പ്രപഞ്ചം ഉണ്ടാകുന്നു. അപ്പോൾ പ്രളയം എന്ന് പറഞ്ഞാൽ ഈ മാറ്റർ അതിൻ്റെ പിണ്ഡഭാവത്തിൽ നിന്നും ഊർജഭാവത്തിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രളയം എന്ന് പറയുമ്പോൾ മഹാശൂന്യതയാണ്, ഒന്നുമില്ലായ്മയാണ്. ഒരിടത്ത് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ ശൂന്യത ഉണ്ടെന്ന് അർത്ഥമുണ്ട്, ഇല്ലേ? ഒരിടത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ശൂന്യത ഉണ്ട്, അഥവാ അനന്തത, ഇൻഫിനിറ്റി ഉണ്ട് എന്നർത്ഥം. ഒരിടത്ത് വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ അവിടെ അന്ധകാരമുണ്ട് എന്ന് അർത്ഥമാക്കാമല്ലോ. അതുപോലെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈ ഇല്ലായ്മ അഥവാ ഈ ശൂന്യത, ഈ അനന്തത, ഇൻഫിനിറ്റി, അതാണ് ശിവസങ്കല്പം. ഈ ഇൻഫിനിറ്റിയാണ് ശിവസങ്കല്പം. ശൂന്യതയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് പൂജ്യം എന്ന് നമ്മൾ പറയുന്നത്. പൂജ്യം എന്നാൽ പരിപൂർണതയാണ്. പൂജ്യം എന്നാൽ വിലയില്ലാത്ത ഒരു സംഖ്യ എന്നാണ് പണ്ട് പാശ്ചാത്യർ വരെ കരുതിയിരുന്നത്. പൂജ്യത്തിന് പിന്നെ വില മനസ്സിലാക്കിയത് ഭാരതീയരാണ്. അത് അനന്തതയാണ്. ശൂന്യത സൂചിപ്പിക്കുന്ന സംഖ്യയാണ് പൂജ്യം. പൂജ്യമെന്നാൽ പരിപൂർണതയാണ്. മറ്റു സംഖ്യകൾക്ക് തുടക്കവും ഒടുക്കവുമുണ്ട്. 1, 2, 3, 9 വരെ എഴുതുമ്പോൾ ഒരു തുടക്കവും ഒടുക്കവും ഉണ്ട് ആ സംഖ്യയ്ക്ക്. എന്നാൽ പൂജ്യത്തിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. ഇതിൻ്റെ തുടക്കം എവിടെയാണ്, ഒടുക്കം എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് അനന്തമാണ്, പൂർണ്ണമാണ്. ഒരർത്ഥത്തിൽ പരിപൂർണതയും മഹാശൂന്യതയും ഒന്ന് തന്നെ. ആ പരമമായ പൂജ്യമാണ് പൂജ്യനായ ശിവൻ. പൂജ്യത്തിൽ നിന്നും പൂജ്യം പോയാലും പൂജ്യം അവശേഷിക്കും. ആദിയും അന്തവുമില്ലാത്ത അനന്തതയുടെ അഥവാ പൂർണ്ണതയുടെ പ്രതീകമാണ് പൂജ്യം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഈശാവാസ്യത്തിലെ ശ്ലോകമാണ്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പോയാലും പൂർണ്ണം തന്നെ അവശേഷിക്കും. അഗ്നിനാളത്തിൽ നിന്നും എത്ര നാളം കൊളുത്തിയാലും ആദ്യത്തെ അഗ്നിനാളം അതുപോലെ തന്നെ നിലനിൽക്കും. മറ്റു നാളങ്ങളും പൂർണ്ണതയോടെ തുടരുകയും ചെയ്യും. കൊടുക്കുന്തോറും ഏറിടുന്ന വിദ്യ അഥവാ ജ്ഞാനവും അതുപോലെ തന്നെയാണ്. എത്ര എടുത്താലും ജ്ഞാനത്തിന് കുറവുണ്ടാവില്ല. അതുപോലെയാണ് ഈ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കും. അപ്പോൾ സമ്പൂർണതയുടെ പ്രതീകമായ പൂജ്യഭാവത്തിലുള്ള ശൂന്യത അഥവാ അനന്തത എന്ന ശിവനിൽ നിന്ന് പരമമായ ഊർജം, അതായത് ആദിപരാശക്തി ഉണ്ടായി. ആ ഊർജത്തിൽ നിന്ന് പ്രപഞ്ചമാകുന്ന പിണ്ഡം അഥവാ മാസ് ഉണ്ടായി. അത് വീണ്ടും പരിണമിച്ച് പരമമായ ഊർജമായി തീരുന്നു. ഊർജം ശൂന്യതയിൽ അഥവാ അനന്തതയിൽ അഥവാ ശിവനിൽ ലയിക്കുന്നു. പരാശക്തി ശിവനിൽ ലയിക്കുന്നു.
ഇത് വീണ്ടും തുടരുന്നു. ഈ പരമമായ ശൂന്യതയാണ് അഥവാ അനന്തതയാണ് സനാതനധർമ്മത്തിലെ ഈശ്വരൻ. ശിവൻ്റെ കയ്യിലുള്ള ഡമരു പ്രപഞ്ച സംഗീതത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശിവൻ്റെ നടരാജഭാവം, അതായത് നൃത്തഭാവം, താണ്ഡവ നൃത്തമാടുന്ന ഭാവം പ്രപഞ്ചത്തിൻ്റെ ചലനാത്മകതയെയാണ് സൂചിപ്പിക്കുന്നത്. ശിവൻ്റെ മൂന്നാം കണ്ണ്, മൂന്നാമത് വേറിട്ടൊരു കാഴ്ചപ്പാട് വേണ്ടതിനെ സൂചിപ്പിക്കുന്നു. ശിവശരീരത്തിലെ നാഗങ്ങൾ ജീവിശരീരത്തിലെ ഞരമ്പുകളെ അഥവാ ധമനികളെ സൂചിപ്പിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ശിവസ്വരൂപികളാണ്. നമ്മളെല്ലാം ശിവസ്വരൂപികളാണ്. അതാണ് ശിവോഹം, ഞാൻ ശിവമാകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആത്മചൈതന്യം ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മളെല്ലാം ശിവമാണ്. ആ ചൈതന്യം ശരീരത്തെ വിട്ടുപോയാൽ പിന്നെ നമ്മൾ ശവമായി മാറുന്നു. ശങ്കരൻ, ആദിഗുരു, ആദിദേവൻ, ആദിയോഗി, വൈദ്യനാഥൻ, പരമേശ്വരൻ, മഹേശ്വരൻ എന്നീ പേരുകളിലെല്ലാം ശിവനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഏകനായ പരമാത്മാവിനെ അഥവാ ഈശ്വരനെ നാം 3 ഭാവത്തിൽ ആരാധിക്കുന്നു. അവയെയാണ് ത്രിമൂർത്തികൾ എന്ന് നമ്മൾ പറയുന്നത്. സ്വയം ഊർജ്ജഭാവം കൈക്കൊള്ളുകയും അതിൽ നിന്നും പ്രപഞ്ചം സൃഷ്ടിക്കുകയും വീണ്ടും അതിനെ ഊർജ്ജഭാവത്തിലേക്ക് പരിണമിപ്പിച്ച് അതിൽ തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ ഭാവത്തെ നമ്മൾ മഹേശ്വരൻ അഥവാ ശിവൻ എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളുടെ അഥവാ വൃക്ഷലതാദികളുടെ എല്ലാം സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ആ ഭാവത്തെ നമ്മൾ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നു. സൃഷ്ടിജാലങ്ങളെ പരിപോഷിപ്പിക്കുവാൻ അഥവാ നിലനിർത്തുവാൻ വേണ്ട കാര്യങ്ങൾ ഒരുക്കുമ്പോൾ ആ ഭാവത്തെ, ഒരേ ഈശ്വരൻ്റെ ആ ഭാവത്തെ നമ്മൾ വിഷ്ണു എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ഒരേ ഈശ്വരൻ്റെ, ഒരേ ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങൾ മാത്രമാണ്. എല്ലാം ഒന്നു തന്നെയാണ്. ഋഗ്വേദം പറയുന്നു, ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത്യമായത് അഥവാ ഉണ്മയായത് ഒന്നേ ഒന്ന് മാത്രം. ജ്ഞാനികൾ അതിനെ പലതായി വർണ്ണിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് ഋഗ്വേദത്തിൽ പറയുന്നു. അപ്പം ഇതാണ് ശിവതത്വം. ഈ അനന്തമായ ശൂന്യതയാണ് ശിവതത്വം. അതിൽ നിന്നും പുറപ്പെട്ട ഊർജമാണ് പരാശക്തി എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്ന് തന്നെ, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ രണ്ടും ഒന്ന് തന്നെയാണ്. സൃഷ്ടാവും സൃഷ്ടിയും, പുരുഷനും പ്രകൃതിയും രണ്ടും ഒന്ന് തന്നെ. ശിവശക്തി, അർദ്ധനാരീശ്വരൻ എല്ലാം ഒന്ന് തന്നെ. ഇതാണ് ശിവതത്വത്തെ പറ്റിയുള്ള ഒരു വളരെ ചെറിയ ഒരു ചിന്തനം. വീണ്ടും അടുത്ത വേറൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.